മലയാളികൾക്ക് ഏറ്റവും വലിയൊരു ക്രഷ് ആയിട്ടുള്ള ഒരാളാണ് അനുപമ പരമേശ്വരൻ. മറ്റേ മുന്തിരിക്കൊല പോലത്തെ വലിയൊരു ഹെയർ. ശരിക്കും ഒരു ഡോക്ടറിന്റെ സൈഡിൽ നോക്കുമ്പോൾ അനുപമ പരമേശ്വരൻ എന്തെങ്കിലും സർജറീസ് ചെയ്തിട്ടുണ്ടോ? പിന്നെ അനുപമ ചെയ്തിരിക്കുന്നത് 2 സർജറീസ് എന്തായാലും ചെയ്തിട്ടുണ്ടാവും. വൺ ഇസ് റൈനോപ്ലാസ്റ്റി. സെറ്റഫിലിന് 10-ൽ എത്ര മാർക്ക് കൊടുക്കും? ചാത്തൻ ഇറങ്ങുന്ന ഒരു ബ്രാൻഡ് ഇപ്പോൾ സെറ്റാഫിലാണ്. പോൺസ് ഒക്കെ ഒരു 2 പ്രൂവൺ ബ്രാൻഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് കോമൺ മാൻ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ യൂസ് ചെയ്ത ആ ബ്രാൻഡ് അവർക്ക് നല്ലതാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അത് യൂസ് ചെയ്യുന്നുണ്ട്. അവരുടെ സ്കിൻ ടൈപ്പും നമ്മളെ സ്കിൻ ടൈപ്പും ഡിഫറെന്റ് ആയിരിക്കും. ഞാൻ ഒരിക്കലും പറയുന്നില്ല ഈ ബ്രാൻഡ് ഉപയോഗിച്ചാലാണ് സൺ പ്രൊട്ടക്ഷൻ കിട്ടുക, ഈ ബ്രാൻഡ് ഉപയോഗിച്ചാൽ സൺ പ്രൊട്ടക്ഷൻ കിട്ടില്ല എന്നുള്ളതല്ല. സൺസ്ക്രീനിന്റെ കേസിൽ എപ്പോഴെപ്പോഴാന്ന് വെച്ചാൽ ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. ആ വ്യക്തിക്ക് ഏതാണ് 10,000 രൂപയുടെ സൺസ്ക്രീൻ ഉപയോഗിക്കണം എന്നൊന്നുമില്ല. 250 രൂപയുടെ സൺസ്ക്രീൻ ആയാലും പക്ഷെ ഉപയോഗിക്കണം. പക്ഷെ ഒരു ഡ്രൈ സ്കിൻ ഉള്ള ഒരു വ്യക്തിക്ക് ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം, അതും ട്രയൽ ആൻഡ് എറർ. പക്ഷെ എനിക്ക് എന്റെ മുഖത്തിന്റെ സൗന്ദര്യം കൂട്ടണം, എങ്ങനെ ചെയ്യാൻ പറ്റും? സർജറി ചെയ്യാൻ എന്റെ പൈസ ഇല്ല. ഓരോ വ്യക്തികൾക്ക് ഓരോ കംപ്ലൈന്റ്സ് ഉണ്ടാവുന്നതാണ്. വേണമെങ്കിൽ ഒരു ഭംഗി കൂട്ടാൻ വേണമെങ്കിൽ ഞാനൊരു നുണക്കുഴി ഇട്ട് ഒരു 60 അല്ലെങ്കിൽ 70 ഉള്ള ഒരു വ്യക്തിക്ക് നേരെ അവരുടെ 40ലേക്ക് പോകണോ? ഒന്നും വേണ്ട, ഒരു ഫേസിൽ മേജർ സർജറി എന്ന് പറയുന്നത് അതിൽ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. സർജറി ചെയ്തു എന്ന് വെച്ചാൽ ഒരു വ്യക്തിക്ക് മനസ്സിലാവില്ല. 20 വർഷം നമ്മൾ ചെറുപ്പം, ഒരു സംശയമില്ല. പുതിയതായിട്ടൊരു സർജറി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് മിനി ലിഫ്റ്റിംഗ്. ഒരു കീ ഹോളിലൂടെ നമ്മൾക്ക് നമ്മളുടെ എവിടെ ഹോൾ ഇടും 40,000-50,000 രൂപ എന്തായാലും. സോ പെർമനന്റ് ഫ്യൂച്ചർ ആയതുകൊണ്ട് ഇതിന്റെ റിസൾട്ട് കുറച്ച് കൂടുതലായിരിക്കും. ഒരിക്കലും ഭംഗി മോശം വരാത്തൊരു പ്രൊസീജിയറാണ് ബക്കൽ ഫാറ്റ്. ആര് ചെയ്താലും ഭംഗി മോശം വരില്ല. ഓക്കെ, ആർക്ക് ചെയ്താലും കീഴ്ഭാഗത്തുള്ള താടിയുടെ കീഴ്ഭാഗത്തുള്ള ഇവർക്ക് ആക്ച്വലി വളരെ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണ്.